Hi, once again, welcome back to our reviews. Today we are discussing about chemistry part 3. Okay, what is so far? So, periodic table, structure of atom, electronic configuration, peculiarity of chromium and copper. This part 1, part 2, session part 1, session part 2 videos search. So, what is next? Concepts of block. So today we are discussing about concepts of block. So what is block? First we are starting with periodic table. Periodic table has 3 parts. 3 pieces periodic table. One group, second one period, the third one block. So what is group? Group the vertical columns in periodic table. So what is period? Period is horizontal rows in periodic table. Periodic table is horizontal rows. Period. Vertical column group. Page number 19 is periodic table. Periodic table is 18 groups, 7 periods. So now we are discussing about the third topic, block. What is block? So periodic table is page number 16. Periodic table is 4 pieces. 4 pieces. In the left, we have 4 blocks. S block, P block, D block, F block. These 4 blocks are block. So page number 16 is rough. We first 1 and 2. First group is S block. S block. So this is mic. We will block. Okay. S block. S block. So page number 16 left part block. S block. So first and second group elements are called S block. First and second group elements. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള elements നമ്മൾ collectively വിളിക്കുന്ന ഒരു പേരാണ് S block elements. The second one, P block. What is P block? P block എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് മോസ്റ്റ് സൈഡിനകത്ത് ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. പേജ് നമ്പർ 16 റൈറ്റിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? P block. നിങ്ങൾ നിങ്ങളുടെ സബ്ഷെല്ലിൽ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. അപ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ? P ബ്ലോക്കിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളുള്ള ആ ഒരു കളക്റ്റീവിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് P ബ്ലോക്ക്. 13 മുതൽ 18 വരെ ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 13 to 18th ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കോൾഡ് P ബ്ലോക്ക്. സോ ഇതിന് രണ്ടിൻ്റെയും മിഡിൽ ഒരു കിണർ പോലെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും, ഒരു ബോക്സ്. ഇതാണെന്ത്? D ബ്ലോക്ക്. D ബ്ലോക്ക് എലമെന്റ്സ്. ഇതിന് രണ്ടിന് മിഡിൽ 3 മുതൽ ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെ 3 to 12th ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കോൾഡ് D block elements. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ നമുക്കൊരു ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ പറ്റും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? രണ്ടെണ്ണം നമ്മൾ F block എന്ന് പറയുന്നത്. ഡൗൺ ഏറ്റവും താഴത്തെ, അത് ഏറ്റവും നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ ഏറ്റവും അടിയിൽ നമ്മൾ കാണുന്ന സെപ്പറേറ്റ് ആയിട്ട് നിർത്തി വെച്ചിട്ട് നമ്മൾ അവസാനമായിട്ട് കാണുന്ന രണ്ടാളുകളാണെന്ത്? F block. F blockന് എന്തില്ല? F blockന് നമ്മൾ ഗ്രൂപ്പ് പറയാറില്ല. F blockന് ഗ്രൂപ്പ് ഇല്ല. ഓക്കെ,
എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഈ 4 ബ്ലോക്കുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാ എലമെൻറ്റ്സും നമ്മൾ 1 മുതൽ 30 വരെയുള്ള എലമെൻറ്റ്സ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണമെന്ന്. അത് പഠിച്ചവർക്ക് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ എടുക്കുന്നതാണ് ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടൊരു എലമെൻറ്റ് എടുക്കുന്നു, ആർഗൺ. അത് ഏത് ഗ്രൂപ്പിലായിരിക്കും, ഏത് ബ്ലോക്കിലായിരിക്കും, നമുക്ക് അറിയേണ്ടത് അതാണ്. ഏത് ബ്ലോക്കിലായിരിക്കും ആർഗൺ? സോ ആർഗൺ ഇവിടെ എവിടെയാണ് വരിക? പഠിച്ചവർക്ക് അറിയാൻ പറ്റും, ഏകദേശം ഈ ഒരു പൊസിഷനിലായിട്ടാണ് ആർഗൺ വരിക. അതിന് ഏത് ബ്ലോക്ക് ഏതാ? പി ബ്ലോക്ക്. സോ ഞാൻ പറയുന്നു ടൈറ്റാനിയം. നെക്സ്റ്റ് ഒന്ന് ടൈറ്റാനിയം ഇവിടെ എവിടെ വരിക? ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരുന്നൊരു സാധനമാണെന്ത്? ടൈറ്റാനിയത്തെ ഏത് ബ്ലോക്കിലുള്ളത്? ഡി ബ്ലോക്ക്. നമുക്കിങ്ങനെ ഓരോരോ ബ്ലോക്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇനി ഇവിടെ ഉള്ളത് എസ് ബ്ലോക്കിലുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ, അതല്ലെങ്കിൽ സോഡിയം, ഇതെല്ലാം ഇവിടെ വരുന്നതാണ്. ഈ ഒരു പരിസരത്തായിട്ട് വരുന്ന സംഭവങ്ങളാണ്, എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എസ് ബ്ലോക്കിലാണ് പറയാം. സോ എഫ് ബ്ലോക്കിന് നമുക്ക് നോ മോർ ഇമ്പോർട്ടൻസ് ആസ് എ SSLC എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നോ ഇമ്പോർട്ടൻസ്. നമ്മൾ എക്സാമിനൊന്നും എഫ് ബ്ലോക്കിനെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. സോ എഫ് ബ്ലോക്ക് ഉണ്ട് നമുക്ക്. ഇതാ ലാസ്റ്റ് നമ്മൾ ടോപ്പിക് എഫ് ബ്ലോക്ക് ആണ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതില്ല എഫ് ബ്ലോക്കിന്. എന്നാലും എഫ് ബ്ലോക്ക് എന്താണെന്നുണ്ട്. സോ നമ്മൾ പീരീഡ് എണ്ണുമ്പോൾ എത്ര പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞേ നമ്മൾ പഠിച്ചപ്പോൾ 7 പീരീഡും 18 ഗ്രൂപ്പുകളും ഉള്ളത്. ആ 18 ഗ്രൂപ്പുകളാണ് ഈ പറയുന്നത്. 1, 2, 3, 12, 13, 18. ഓക്കെ, അതിൽ എഫ് ബ്ലോക്കിന് എന്തില്ല? ഗ്രൂപ്പില്ല. അവിടെ പറയുന്നത് എഫ് ബ്ലോക്കിന് ഗ്രൂപ്പില്ല. അപ്പോൾ എഫ് ബ്ലോക്കിന് പീരീഡ് ഉണ്ടോ? എഫ് ബ്ലോക്ക് ഏത് പീരീഡിലതാണ്? നമുക്ക് പീരീഡ് എന്ന് നോക്കാം. 1, 2, 3, 4. ഇവിടെ 7ലാണ് നിൽക്കുക. ഇവിടെ ഇല്ല. പക്ഷെ അപ്പോൾ ഇവർക്ക് പീരീഡ് ഉണ്ടോ? ഇവർക്ക് പീരീഡ് ഉണ്ട്. ഇവർ 6th പീരീഡിലുള്ള ആളാണ്. ആര്? ഫസ്റ്റ് 6th പീരീഡിലുള്ള ആൾ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എഫ് ബ്ലോക്ക് പറയുമ്പോൾ പറയും 7th പീരീഡിലുള്ള ആളാണെന്ത്. അല്ലാണ്ട് ഇവർ 8ഉം 9ഉം അല്ല. 8ഉം അല്ല 9ഉം അല്ല. ഇവർ 6th പീരീഡിൻ്റെ ബാലൻസ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ 7th പീരീഡിൻ്റെ ബാലൻസ് ആണ് ഇവിടെ വരുന്നത്. എന്താണെന്നുള്ളത് നമ്മൾ എഫ് ബ്ലോക്കിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബ്ലോക്ക്. എന്താണ് ബ്ലോക്ക് എന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പഠിച്ച 30 എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുത്തിട്ട് അത് ഏത് ബ്ലോക്കിലാണോ പറ്റുക എന്നുള്ളത് നിങ്ങൾ സ്വയം നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ്. സോ നൗ ലിസൺ. നമ്മൾ ഫൈൻഡിങ് ബ്ലോക്ക് ബി, ഗ്രൂപ്പ് പീരീഡ് പി, ഗ്രൂപ്പ് പി പീരീഡ് BGP ഫ്രം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾ എക്സാമിന് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. VIP, വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈൻഡിങ് ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് BGP. നിങ്ങൾക്ക് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. BGP നിങ്ങൾക്കൊരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. അതിനകത്ത് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് പേര് കഷ്ടപ്പാടുള്ള സാധനമാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഞാനൊരു 6 ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. 2, 3, 4. നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഞാൻ 6 ഒരു സിമ്പിളായിട്ട് റാൻഡം ആയിട്ട് 6 സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തരാണ്. 1s2, 2s2, 2p6, 3s1. 1s2, 2s2, 2p6, 3s2. സോ ഇനി വന്ന ഇതാണ് 1s2, 2s2, 2p6, 2p5. 1s2, 2s2, 2p6, 3s2, 3p3. ഇഷ്ടം എടുക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d2. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d8. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഈ 6 ക്വസ്റ്റ്യൻസിനെ നമ്മളിങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ബ്ലോക്ക് വെക്കുന്നു. നമുക്ക് കാണേണ്ട എന്തൊക്കെയാണ്? BGP, ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ്. സിമ്പിളാണ്. സോ ഞാൻ ആദ്യം ഇവനെ ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് കാണാൻ സിമ്പിൾ പരിപാടിയാണ്. ഏറ്റവും ലാസ്റ്റിലുള്ള ഇലക്ട്രോൺ എവിടെയാണോ വന്നിട്ടുള്ളത് ആ ഏത് ഷെല്ലിലാണോ ഏത് സബ് ഷെല്ലിലാണോ ലാസ്റ്റ് ഇലക്ട്രോൺ എടുക്കുന്നത് എല്ലാത്തിൻ്റെയും ഫൈനലിൽ 1.
അപ്പോൾ എസ് ബ്ലോക്കിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഏത് ഇലക്ട്രോണിലാണോ ഉള്ളത് ആ ബ്ലോക്കാണ് എഴുതിയാൽ മതി, എസ്. സിമ്പിൾ. സോ ഇവിടെ എന്തായിരിക്കും അപ്പോൾ? എന്തായിരിക്കും? എസ് ആയിരിക്കും. ഇവിടെയോ? ഇവിടെ സോ ഇവിടെ എന്താ ലാസ്റ്റ്? എന്താ ലാസ്റ്റ്? ഈ 5 ഇലക്ട്രോൺ കിടക്കുന്നത് എവിടെയാണ്? പി സബ്ഷനിലാണ്. സോ ഇത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കിലാണ്. ഈ ഇവിടെ കിടക്കുന്ന ഈ ഇലക്ട്രോൺ, ഈ 3 ഇലക്ട്രോൺ കിടക്കുന്ന എവിടെയാണ്? അവസാന ഇലക്ട്രോൺ, ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് വേർ ചീസ് ബ്ലോക്ക്. സോ ഇത് പി സബ്ഷനിലാണ്. ഇവിടെയോ? ഈ 2 ഇലക്ട്രോൺ കിടക്കുന്ന എവിടെയാണ്? ഡി സബ്ഷനിലായതുകൊണ്ട് അത് ഡി ബ്ലോക്കിൽ ഉള്ള എലമെൻ്റ് ആണ്. അതുകൊണ്ടാണ് എന്തായത് ഡി ബ്ലോക്കിലാവുന്നത്. ഈ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷനിലോട്ട് പോയത് കൊണ്ടാണ് ഇതിന് എന്തെന്ന് വിളിക്കുന്നത്? ഡി ബ്ലോക്കായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ലാസ്റ്റ് വൺ 8 ഇലക്ട്രോൺ പോയിരിക്കുന്നത് ഡിയിലാണ്. ഇത് വളരെ സിമ്പിളാണ്, ആർക്കും കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് വൺ പീരീഡ്. ഞാൻ ഗ്രൂപ്പ് പറയുന്നതിന് മുന്നേ ഇതിൽ ഗ്രൂപ്പാണ് ഇച്ചിരി പ്രശ്നമുള്ളത് എല്ലാവർക്കും. ബാക്കി രണ്ടും വളരെ സിമ്പിൾ. അതിപ്പോൾ ഏതൊരാൾക്കും ഒന്ന് നോക്കി എഴുതാൻ പറ്റും. സോ ഇവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും ചിലർക്ക്. ഇത് അവസാനം ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തരും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ അതിന് എഴുതാം. 7 1s2 2s2 2p6 3s2 3p6. ചിലയിടത്ത് എങ്ങനെ ചെയ്യും? 3d7 4s2 എന്ന് എഴുതും. ഇങ്ങനെ എഴുതാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കരുത്, ഒരിക്കലും ഇതല്ല ലാസ്റ്റ് ഇലക്ട്രോൺ പോയിട്ടുള്ളത്, എന്താണ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ ചോദിക്കും. ഇപ്പോഴും ഇത് ഏതാ ബ്ലോക്ക്? ഡി ആണ്. നമ്മൾ ഈ ഒരു ടേം ആണ് നമ്മൾ എടുക്കേണ്ടത്. ലാസ്റ്റ് ശരിക്കും ഇതാണ്. അത് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ മാറ്റി എഴുതി നിങ്ങൾ തുടങ്ങിയാലും മതി, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ഇവിടെ ഇനി നമ്മൾ പീരീഡാണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പീരീഡ് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇവിടുത്തെ ഷെല്ലിൻ്റെ എണ്ണം നോക്കുക. ഇതാണ് ഷെൽ നമ്പറുകൾ. ഈ കാണുന്ന നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്ന ഈ പാർട്ട് നമ്മൾ കോഎഫിഷ്യൻറ്റുകൾ, ഈ പീൻ്റെയും എസിൻ്റെയും കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് തൊട്ട് പുറകിലുള്ള വാല്യൂസ് ആണ് എന്ത്? പീരീഡ് എന്ന് പറയുന്നത്. അതിലേറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണോ നോക്കുക. ഇവിടെ നോക്കുക 1 2 3 3 വലുത്. സോ അത് 3ാമത്തെ പീരീഡിൽ വരുന്നതാണ്. ഇവിടെ ഒബ്വിയസ്ലി എന്താണ്? 3 തന്നെയാണ് വലുത്. സോ അത് ഏത് പീരീഡാ? 3ാമത്തെ പീരീഡിലാണ്. ഇവിടെ എന്താണുള്ളത്? 1 2 2 2ആണ് ഏറ്റവും വലുത്. 3 ഇല്ല ഇവിടെ. സോ അവിടുത്തെ പീരീഡ് ഏതാ? 2. ഇവിടെയോ? 1 2 2 2 3. ഇവിടുത്തെ പീരീഡ് ഏതാണ്? 3. ഇവിടെ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് 1 2 2 2 2 ഇവിടെ നോക്കുമ്പോൾ 3 ആണ് ലാസ്റ്റ്. അതല്ല നമ്മൾ നോക്കേണ്ടത്. ഏതാണോ വലുത് ഇത്രയും നേരം ലാസ്റ്റിൽ എടുത്ത് പെറുക്കി എഴുതിയിരുന്നു. അതല്ല, ഏതാണോ വലുത് ഇതിൽ അത് നമ്മൾ എടുത്തിരുന്നു. 4. ഇവിടെയോ? 4. ഇവിടെ ഒരു ടിപ്പും കൂടെ ഉണ്ട്. ഡി ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾവേസ് 4 ആയിരിക്കും. നിങ്ങളുടെ SLCൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഡി ബ്ലോക്ക് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തെന്നെ ആയിരിക്കും? 4-ലേ നിങ്ങൾക്ക് വരുള്ളൂ. 5-ലും 6-ലും ഡി ബ്ലോക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒരിക്കലും വരില്ല. ഇതെന്താണ്? ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇത് 4th പീരീഡിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഗ്രൂപ്പ് പഠിക്കണം. ഗ്രൂപ്പ് പഠിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ എഴുതുന്നത്. 3 വരിയിൽ പരിപാടി തീരും. എസ് പി ഡി. നമുക്ക് ആദ്യം ഈ ഗ്രൂപ്പ് പഠിക്കുന്നതിന് മുന്നേ, ഗ്രൂപ്പ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബ്ലോക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ ഇതിന് ബ്ലോക്ക് കണ്ടുപിടിച്ചല്ലോ. അത് ഏതെങ്കിലും ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ബ്ലോക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മളിവിടെ ഇതിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിച്ചു. പീരീഡ് അറിയണമെന്നില്ല, പക്ഷെ എന്തറിയണം? ബ്ലോക്ക് അറിയണം. സോ എസ് ബ്ലോക്കിലുള്ള എന്താണോ നമുക്ക് ഫൈനലി എസ് ബ്ലോക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ എസ് ബ്ലോക്കിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്താണ്? അതിൻ്റെ മുകളിലിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് എന്ത്? ഇലക്ട്രോൺസ് എന്നാണ് ഞാൻ എഴുതിയുള്ളത്. ഇലക്ട്രോൺസ്. ഇപ്പോൾ എസ് ബ്ലോക്കിലാണെങ്കിൽ എന്താണ്? ഈ എസിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന എസിൻ്റെ ഇലക്ട്രോൺസ് എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് 1 ആണെന്ത്? അതിൻ്റെ ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ് ആര്? ഇത്. ഓക്കെ, ക്ലിയർ? ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ്. എന്താണോ എസിൻ്റെ മേലുള്ള നമ്പർ, ആ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണോ ആ എണ്ണം അതുപോലെ എടുത്ത് എഴുതുക. ഓക്കെ. സംഭവം ഇനി പി ആണെങ്കിലോ എത്രയാണോ ഇലക്ട്രോൺസ് ഉള്ളത് അതേ പ്ലസ് എത്ര? 12. ജസ്റ്റ് ഒരു നമ്പർ. അതെപ്പോഴും 12 ആയിരിക്കും. അതൊരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ വേറെ പല രീതിയിലും പലരും പഠിപ്പിച്ചിട്ടുണ്ടാവും. എസും കൂട്ടിയെടുക്കുന്ന നിങ്ങൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് വേറൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വേറെ പലരും കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോൺസ് എത്രയാണോ അതിൻ്റെ കൂടുതൽ 12 കൂട്ടിയാൽ മതി. വേറൊന്നും വേണം ചെയ്യേണ്ട. സോ ഇവിടെ ഞാൻ പീൻ്റെ എടുക്കുകയാണ്. ഇതാണ് പി കിടക്കുന്നത്. പിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രോൺ എത്രയാണ്? 5 ആണ്. 5 പ്ലസ് എത്രയാണ്? 12. എത്ര? 17. സിമ്പിൾ. അപ്പോൾ എന്താണ്? ഇലക്ട്രോൺസ് എത്രയുണ്ടല്ലോ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? 12 ആഡ് ചെയ്ത് കൊടുക്കുക. 12 12. സോ വാട്ട് ഈസ് ഡി? ഡി എന്ത് ചെയ്യണം? സോ ഡി എടുക്കുമ്പോൾ എസിലെ ഇലക്ട്രോൺ പ്ലസ് ഡിയിലെ ഇലക്ട്രോൺ അത് രണ്ടും ആഡ് ചെയ്താൽ മതി.
ഒന്നും കൺഫ്യൂസ് ചെയ്യിക്കാനില്ല. സോ ലാസ്റ്റ് നമ്മൾ നോക്കാൻ ഡി എടുക്കാം. അവിടെ 3 ഡികളുണ്ട് നമുക്ക്. ഇതെന്താ, എസ്സിൽ ഇലക്ട്രോൺ ഉണ്ട്, ഡിയിൽ ഇലക്ട്രോൺ ഉണ്ട്. എസ്സിൽ ഇലക്ട്രോൺ ഉണ്ട്, ഡിയിൽ ഇലക്ട്രോൺ ഉണ്ട്. എസ്സിൽ ഇലക്ട്രോൺ ഉണ്ട്, ഡിയിൽ ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ഈ 2 ഇലക്ട്രോൺസിൻ്റെ എണ്ണം ടോട്ടലി ആഡ് ചെയ്യുക. സോ ഇവിടുത്തെ എസ്സിൽ ഇലക്ട്രോൺ എത്രയാണ്? 2 ആണ്. പ്ലസ് പിന്നത്തെ ഡിയിൽ ഇലക്ട്രോൺ എത്രയാണ്? അഗെയിൻ 2. അപ്പോൾ ആൻസർ എത്ര വരിക? 4. സിമ്പിൾ. ഇവിടെയോ 2 + 8. 2 + 8 is equal to 10. ഇതെന്താ 10ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ് ആര്? ഈ 6ാമത് നമ്മൾ എഴുതിയിരിക്കുന്ന സബ്ഷനിലുള്ള ആൾ. ഇതോ 4ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ് ഇത്, ഈ 5ാമത്തെ നമ്മൾ എഴുതിയിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? നമുക്ക് ബാക്കിയുള്ളതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ എന്താണ്? ഇത് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്താണോ അതിൻ്റെ മേലുള്ള ഇലക്ട്രോൺസ് അതന്നെ എടുത്ത് ചെയ്ത്. അവിടുത്തെ ഇലക്ട്രോൺസ് എത്രയാണ്? 2. അപ്പോൾ അത് സെക്കൻഡ് ആണ് ഇതിൻ്റെ ഗ്രൂപ്പ്. ഈ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? സെക്കൻഡ് ആണ്. സോ ഇനി നെക്സ്റ്റ് ഉള്ളത് പി ബ്ലോക്ക് നോക്കുക. പി ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഉള്ള ഇലക്ട്രോൺസിൻ്റെ കൂട്ടത്തിൽ എന്ത് കൂട്ടി കൊടുക്കണം? 12 കൂട്ടി കൊടുക്കണം. സോ പി 3 ആണ്. 3ൻ്റെ കൂട്ടത്തിൽ എന്ത് കൂട്ടി കൊടുക്കുക? 12. ആൻസർ ബിക്കം 15. സോ ലാസ്റ്റ് വൺ ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക് ആകുമ്പോൾ ഓരോന്നിനും ഓരോ റൂളാണ്. ഡി ബ്ലോക്ക് ആകുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ അടുത്തുള്ള എസ് ഇലക്ട്രോണിൻ്റെ എണ്ണവും ഡിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ എസ് ഇലക്ട്രോൺ എത്രയാണ്? 2. ഡിയുടെ ഇലക്ട്രോൺ എണ്ണം 7. സോ 2 + 7 = 9. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ ഒരു ടേം ഞാൻ ഒന്നും കൂടെ പറയാം. സോ നമ്മൾ ഇതാണ് കൺസെപ്റ്റ് ഓഫ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാൻ പറയാം, ലാസ്റ്റ് പറയാം. സോ ഇതൊന്നും ഒരു കൺക്ലൂഡ് ചെയ്യാം. സോ എസ് ബ്ലോക്ക് എലമെൻസിന് നമുക്ക് എങ്ങനെയാണ് ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ്. നിങ്ങൾ തന്നെ BGP എന്ന് പറയുന്ന ഒരു വേർഡ് മനസ്സിൽ വായിച്ചു വെച്ചാൽ മതി. BGP. സോ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ്? ഇവിടെ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്കാണോ പോയിട്ടുള്ളത് അത് ആ ഷെല്ല് സബ് ഷെല്ല് തന്നെ അതുപോലെ എഴുതിയിരിക്കുക. അപ്പോൾ അത് എസ് ബ്ലോക്കാണ്. ഇവിടെ അത് എസ് ബ്ലോക്ക് ആയതുകൊണ്ട് എസ് പി അങ്ങനെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം എഴുതി. ഓക്കെ. ഇനി സെക്കൻഡ് എന്താണ്? നമ്മൾ പീരീഡ് പറഞ്ഞു. ഇവിടെ കാണുന്ന ഈ നമ്പേഴ്സിൽ, ഈ ഷെൽ നമ്പേഴ്സിൽ ഏറ്റവും വലുത് ഏതാണോ അത് എഴുതിയിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്. ഇവിടെ വരുമ്പോൾ നോക്കുക, ഇവിടെ ഈ ലാസ്റ്റ് 3 ആണ്, അത് എടുക്കരുത്. ഏറ്റവും വലുത് ഏതാണ്? 4 ആണ്. അതുകൊണ്ട് 4ാമത്തെ പീരീഡ്. ഗ്രൂപ്പിന് ഞാൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ പറഞ്ഞു തന്നത്. എന്ത്? എസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഗ്രൂപ്പ് നമ്പേഴ്സ് ഏത് ഗ്രൂപ്പ് നമ്പറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഏതാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കണം. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഏതാണ് ബ്ലോക്ക് എന്ന് മനസ്സിലായാൽ അത് എസ് ആണെങ്കിൽ എസ്സിൻ്റെ മേലെ എന്താണോ നമ്പർ ഉള്ളത് അതേ ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ അവിടെ എസ്സിൻ്റെ മേലെ എന്താണ് നമ്പർ ഉള്ളത് അതേ ഗ്രൂപ്പ് തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഇൻ കേസ് അത് പി ആണെങ്കിലോ, പി ആണെങ്കിൽ ആ ഇലക്ട്രോൺസിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി കൊടുക്കുക? 12. ഈ 12 കോൺസ്റ്റൻ്റ് ആണ്, മാറാൻ പോകുന്നില്ല. എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് അങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. സോ ഈ 5ൻ്റെ കൂടെ എന്ത് കൂട്ടി കൊടുക്കുക? ഇലക്ട്രോൺസ് 12 കൂട്ടി കൊടുക്കുക. സോ 17. ഇവിടെ ഈ P3ൻ്റെ കൂടെ എന്ത് കൂട്ടി കൊടുക്കുന്നു? 12 കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 15 കിട്ടുന്നു. ലാസ്റ്റ് ഡി ആണെങ്കിൽ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഇരിക്കുന്ന എസ്സിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും ഡിയിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടി എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അതാണ് ഇവിടെ കാണുന്നത്. എസ് ഇലക്ട്രോൺ പ്ലസ് ഇത് നിങ്ങൾ നോട്ട് ചെയ്തോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ 2 + 8 10. അതുപോലെ 7 + 2 9. ഇവിടെ 2 + 2 4. ദിസ് ഈസ് കൺസെപ്റ്റ്സ്. ദിസ് ഓൾ അബൌട്ട് ദ കൺസെപ്റ്റ്സ് ഓഫ് ബ്ലോക്ക്. നമ്മൾ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് ഇവിടെ തീരാണ്. സോ നമ്മൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. നമുക്കുള്ളത് ഇനി നമ്മൾ എല്ലാ ബ്ലോക്കിനെയും ഓരോ ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ കീറി മുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ. നമ്മൾ കൺസെപ്റ്റ്സ് ഓഫ് ബ്ലോക്ക് കഴിഞ്ഞു. സോ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഞാൻ എസ് ബ്ലോക്ക് ഇവിടെ വരയ്ക്കാം. ഓക്കെ. നമ്മളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എസ് ബ്ലോക്ക് വരയ്ക്കാം. നമ്മുടെ ഹൈഡ്രജൻ, ലിഥിയം, ബെറിലിയം, സോഡിയം, പൊട്ടാസ്യം, ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. 19, 20, 12, 11, 4, 3, 1. സോ ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്. ഫസ്റ്റ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. സോ നമുക്ക് ഗ്രൂപ്പ് പീരീഡ് വേണമെങ്കിൽ എഴുതാം. 1, 2, 3, 4 ആണ് നമ്മുടെ എസ് ബ്ലോക്ക്. നിങ്ങൾക്കറിയാം എസ് ബ്ലോക്ക് എന്താണെന്നുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് എന്ത്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് എന്ത്? എസ് ബ്ലോക്ക്. ഡൗട്ടില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ് വാട്ട് ഈസ് എസ് ബ്ലോക്ക്. ദെൻ ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ലിംഗ് ഇൻ എസ് സബ്ഷെൽ. ഈ എസ് ബ്ലോക്കിൽ ഇലക്ട്രോണിനെ
എസ് ബ്ലോക്കിലെ എലമെന്റ്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് എവിടെയാണ് പോവുക? എസ് സബ്ഷെല്ലിനകത്താണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതേപോലെ ആയിരിക്കില്ലേ പി സബ്ഷെല്ലിലും? ഓഫ് കോഴ്സ് അതുപോലെ തന്നെയാണെന്ത് പിയിലും, അതുപോലെ തന്നെയാണ് ഇതിൽ ഡിയിലും, അതുപോലെ തന്നെയാണെന്ത് എഫിലും. അതുകൊണ്ടാണ് ഇവരെന്തിലായത്? എസ് ബ്ലോക്കിലായത്. ഇവർ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലോട്ട് പോയതുകൊണ്ടാണ് ഇവർ എസ് ബ്ലോക്കിലായത്. ഇൻ കേസ് ഇവർ ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലായിരുന്നെങ്കിൽ അവരെവിടെ ഉണ്ടാവും? പി ബ്ലോക്കിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ ദ തേർഡ് പോയിന്റ് ഓളാർ നിങ്ങൾക്കറിയാം മെറ്റൽസ്. എല്ലാവരും എന്താണ്? മെറ്റൽസ് ആണ്. ഇതിൽ മെറ്റലോയിഡ്സോ നോൺ മെറ്റൽസോ അതുപോലെ ഇനേർട്ട് ഗ്യാസോ ഒന്നുമില്ല. ലിഥിയം, ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ എന്താണ്? സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്. സോ ഇതിൽ വേറെ 2 പേരുണ്ട്, ഗ്രൂപ്പ് 2 നിക് നെയിംസ് ഉണ്ട്. ഗ്രൂപ്പ് 1 നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ്. അതുപോലെ ഗ്രൂപ്പ് 2 നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഗ്രൂപ്പ് 1 നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. ഈ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. അതുപോലെ ഗ്രൂപ്പ് 2 നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ 4 പോയിന്റ്? സോ ലാസ്റ്റ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വാലൻസി. നിങ്ങൾക്ക് അടുത്ത രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസി ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഗ്രൂപ്പ് നമ്പർ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എന്താണോ അതാണെന്ത്? വാലൻസി. സോ ഇവിടുത്തെ ഞാൻ ഉദാഹരണത്തിന് ലിഥിയത്തിൻ്റെ വാലൻസി എത്രയാണ്? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ലിഥിയം 3 അതിൻ്റെ വാലൻസി എത്രയാണ്? ലിഥിയം ഏതാ ഗ്രൂപ്പ് നമ്പർ? ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. സോ വാലൻസി എന്താണ്? ഫസ്റ്റ് ആണ്. സോ ബെറിലിയത്തിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. ബെറിലിയത്ത് ഏതാ ഗ്രൂപ്പ്? സെക്കൻഡ് ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് സെക്കൻഡ് ആണ്. കാൽഷ്യം എന്താണ്? സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നേരത്തെ നിങ്ങളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് നമ്മൾ BGP ചെയ്തപ്പോൾ BGP ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും വേണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളോടൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അതിൻ്റെ വാലൻസി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേട്ടേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് കിട്ടും. ഗ്രൂപ്പ് കിട്ടിയാൽ അത് എസ് ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് പി ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ പി ബ്ലോക്കിൻ്റെ ടോപ്പിക്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നൗ ലിസൺ. എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ 4 പോയിന്റ്സ് ഞാൻ പഠിപ്പിച്ചു തന്നു. സോ ഇനി നെക്സ്റ്റ് ദ പ്രോപ്പർട്ടീസ്. ഇതുകൂടെ തീർന്നു. നമുക്ക് എസ് ബ്ലോക്ക് എലമെൻസ് തീർന്നു. ശ്രദ്ധിക്കണം, പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കില്ലെങ്കിലും അതിനകത്തുനിന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വരും. പ്രോപ്പർട്ടീസ്. ദ ഫസ്റ്റ് പ്രോപ്പർട്ടി, ലാർജ് ആറ്റം ഇൻ എ പീരീഡിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായിരിക്കും എവിടെയാണ്? ലാർജ് ആറ്റം പ്രസൻറ്റ് ഇൻ എ പീരീഡ്. ലൈക്ക് എസ് ബ്ലോക്കിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ എസ് ബ്ലോക്കിൻ്റെ ഒരു റഫ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാം. ജസ്റ്റ് എസ് ബ്ലോക്ക് എലമെൻറ്റ് ഇതാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങളെ ഡി ബ്ലോക്ക് ഉണ്ട്, ഇവിടെ നിങ്ങളെ പി ബ്ലോക്ക് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എഫ് ബ്ലോക്ക് വരയ്ക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഇതിനകത്ത് ഈ പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ എലമെൻറ്റ്സ് ആരായിരിക്കും? ഈ എസ് ബ്ലോക്ക് എലമെൻസുകളായിരിക്കും. ഈ ഒരു റോൾ ഏറ്റവും വലിയ എലമെൻറ്റ്സ് ആരായിരിക്കും? ഇവനായിരിക്കും. ഈ റോൾ ഏറ്റവും വലിയ എലമെൻറ്റ് ആരായിരിക്കും? ഇവർ രണ്ടുപേരായിരിക്കും. ഇവനേക്കാളും വലുതവനായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവനേക്കാളും വലുതവനായിരിക്കും. എന്നാലും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെന്ത്? ഈ പീരീഡിലെ ഏറ്റവും വലിയ എലമെൻറ്റ്. ഓക്കെ, ദ സെക്കൻഡ് പോയിന്റ്, atomic size increases as we down the group. താഴേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ എസ് ബ്ലോക്കിൽ ഇവിടെ ഒരു ആറ്റം ഉണ്ട്, അതിനേക്കാളും വലുതായിരിക്കും എന്ത്? താഴെയുള്ള ആറ്റം. അതിനേക്കാളും വലുതായിരിക്കും എന്ത്? താഴെയുള്ള ആറ്റം. ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും വലിയ ആറ്റം ഇങ്ങനെ താഴോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇപ്പോൾ പറഞ്ഞു പീരീഡിൽ ഏറ്റവും വലിയ ആറ്റം ആരാണ്? എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വലുപ്പം അങ്ങനെ കൂടി വരികയാണ്. താഴേക്ക് പോകും തോറും വലുപ്പം കൂടി വരും. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും വലിയ എലമെൻറ്റ് എവിടെ ഉണ്ടാവുക? ഇതായിരിക്കും. ഓഫ് കോഴ്സ് ഇതായിരിക്കില്ലേ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും വലിയ എലമെൻറ്റ്. കാരണം ഇങ്ങോട്ടും വലുപ്പം കൂടി വരികയാണ്, ഇങ്ങോട്ട് പോകുമ്പോൾ വലുപ്പം കൂടി വരികയാണ്. അപ്പോൾ കൂടി ലാസ്റ്റ് വരുന്ന ആളാരായിരിക്കും? ഏറ്റവും താഴെ, എസ് ബ്ലോക്കിനകത്ത് ഏറ്റവും താഴെയുള്ള ആളായിരിക്കും എന്ത്? ഏറ്റവും വലിയ എലമെൻറ്റ്. ദ തേർഡ് പോയിന്റ്, റിയാക്റ്റീവ് മെറ്റൽസ് ആർ പ്രസൻറ്റ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത്
റിയാക്റ്റീവ് മെറ്റൽസ് എന്ന് വെച്ചാൽ റിയാക്ഷനിൽ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന മെറ്റൽസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് സോഡിയം ക്ലോറിനുമായിട്ടും റിയാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് സാൾട്ട് എന്ന് പറയുന്നൊരു സംഭവം, ഉപ്പ് നമുക്ക് കിട്ടിയത്. സാൾട്ട് എന്ന് പറയുന്നത് സോഡിയവും ക്ലോറിനും നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ലഭിച്ചത്, സാൾട്ട് ലഭിച്ചത്. അത്തരത്തിലുള്ള റിയാക്റ്റീവ് എലമെൻറ്റ്സ് എന്തുണ്ട്, ഇവിടെയുണ്ട്. സോ ഇനി ഫോർത്ത് പോയിന്റ്, ഫോംസ് അയോണിക് കോമ്പൗണ്ട്സ്. ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അയോണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും ആര് എന്ന് വെച്ചാൽ എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അയോണിക് ആയിരിക്കും ഓഫ് കോഴ്സ്. സോ ഞാൻ പറയാം, NaCl ഇവിടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ NaCl അയോണിക് ബോണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ, അയോണിക് കോമ്പൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. 2 ടൈപ്പ് ഉണ്ട്, നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്. അതിനകത്ത് ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ട് ഞാനൊരു ഇലക്ട്രോൺ കൊടുത്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന്, ഉദാഹരണത്തിന് ഇതൊരു എലമെൻ്റ് ആണ്, ഇത് മറ്റൊരു എലമെൻ്റ് ആണ്, ഇവനൊരു ഇലക്ട്രോൺ ഇവനെ കൊടുത്താൽ അവർ തമ്മിലുണ്ടാവുന്ന ഒരു ബോണ്ട് ഉണ്ടാവും, അവർ തമ്മിലുള്ളൊരു ബന്ധം. അതിനാണ് എന്തെന്ന് പറയുന്നത്, അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെയും സെക്കൻഡ് ഗ്രൂപ്പിലെയും, അതായത് എസ് ബ്ലോക്ക് എലമെൻസിലുള്ള എല്ലാവരും ഏത് കോമ്പൗണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ, അയോണിക് കോമ്പൗണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാൽസ്യം ക്ലോറൈഡ്, ഇതെല്ലാം എന്താണ്, അയോണിക് കോമ്പൗണ്ടുകളാണ്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, NaCl ഈസ് അയോണിക് ഓർ നോട്ട്, അയോണിക് ആണ്, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫോർത്ത് വൺ, ഇത് പോയിന്റ് മറക്കരുത്. ദ ഫോർത്ത് വൺ, ഓക്സൈഡ്സ്, another important point, oxides and hydroxides are basic in nature. ഓക്സൈഡുകളും ഈ എസ് ബ്ലോക്കിലുള്ള എലമെൻസിൻ്റെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും എന്താണ്, ബേസിക് എലമെൻസ് ആണ്. ബേസിക് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പ് എലമെൻസ് ഉണ്ട്, 3 ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ബേസിക്, അസിഡിക്, ന്യൂട്രൽ. അതിൽ ഓക്സൈഡ്സ്, വാട്ട് ഈസ് ഓക്സൈഡ്സ്, എന്താണ് ഓക്സൈഡുകൾ, എന്താണ് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ, ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ്, എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, എനി എലമെൻറ്റ് എക്സ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ വിൽ ഫോം ഓക്സൈഡ്, സിമ്പിൾ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്ത്, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എസ് ബ്ലോക്കിലുള്ള എലമെൻ്റ് ആണെങ്കിലോ സോഡിയം എടുക്കുന്നു, അല്ലെങ്കിൽ മെഗ്നീഷ്യം എടുക്കുന്നു, മെഗ്നീഷ്യത്തിൻ്റെ കൂടെ ഒരു ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു, MgO, മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതെന്താണ്, ഓക്സൈഡ് ആണ്. പക്ഷെ അതല്ല നമ്മുടെ പോയിന്റ്, അത് ഓക്സൈഡ് ആണെന്നല്ല നമ്മുടെ ആവശ്യം. ഇതെന്താണ്, ബേസിക് ആണ്, ഇത് ബേസിക് ആണ്. അപ്പം നമുക്ക് മെഗ്നീഷ്യം ക്ലോറൈഡ് ബേസിക് ആണോ അസിഡിക് ആണോ എന്ന് ചോദിച്ചാൽ അതെന്താണ്, ബേസിക് ആണ്. സോ അതുപോലെ കാൽഷ്യം ഓക്സൈഡോ, ക്ലോറൈഡ് അല്ല ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, അതൊരു ഓക്സൈഡ് ആണ്. കാൽഷ്യം ഓക്സൈഡ് ആണെന്നുള്ളൊരു സംശയമില്ല. പക്ഷെ അതെന്താണ്, അസിഡിക് അല്ല, ബേസിക് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറഞ്ഞത്, ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും. ഇവരുടെ ഇത് Mg എന്ന് പറഞ്ഞാൽ ഞാൻ പീരിയോഡിക് ടേബിൾ വായിച്ചു കളഞ്ഞു. നമ്മുടെ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ബെറിലിയം, മെഗ്നീഷ്യം, കാൽസ്യം. സോ ഇതിനകത്ത് മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ്, കാൽസ്യത്തിൻ്റെ ഓക്സൈഡ്, K2O എന്ന് പറയുന്ന പൊട്ടാസ്യം ഓക്സൈഡ് ഉണ്ട്, K2O, അതും എന്തുതന്നെയാണ്, ബേസിക് ആണ്, നോ ഡൗട്ട്. സോ ഇനി അടുത്ത ചോദ്യം എന്താണ്, ഹൈഡ്രോക്സൈഡ്സ്, ഓക്സൈഡ് ആണ്. സോ വാട്ട് ഈസ് ഹൈഡ്രോക്സൈഡ്സ്, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഹൈഡ്രോക്സൈഡ്സ് എന്താണ്, ഹൈഡ്രോക്സൈഡുകൾ പേര് കേട്ട് നെട്ടണ്ട. XOH, ഇവിടെ O മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ XOH, എക്സിൻ്റെ കൂട്ടത്തിൽ എന്ത് OH വന്നാൽ അതെന്താണ്, ഹൈഡ്രോക്സൈഡ് ആണ്. ആ ഹൈഡ്രോക്സൈഡും എന്താണ്, ഹൈഡ്രോക്സൈഡ് വന്നാലും ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുകയാണ്, ഞാനിവിടെ പൊട്ടാസ്യം എടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കാൽഷ്യം എടുക്കുന്നു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ചോയ്സ് ഉണ്ടാവേ, അതെന്താ നിങ്ങൾ വീണ്ടും പിന്നെ പഠിക്കും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്, ബേസിക് ആണ്. അല്ലെങ്കിൽ ഞാൻ അടുത്തൊരു എക്സ്പീരിയൻസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നു, NaOH, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതും എന്താണ്, ബേസിക് ആണ്. ഇനി നിങ്ങൾ വേറെ KOH ഉണ്ടോ, KOH എന്താണ്, ബേസിക് ആണ്. സോ ഫസ്റ്റ് 4 പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ലാർജ് ആറ്റമിൻ്റെ പീരീഡ്, ഈ ലെഫ്റ്റിലോട്ട് പീരിയോഡിക് ടേബിളിനകത്ത് പേജ് നമ്പർ 90 ലെഫ്റ്റിൽ ഏറ്റവും വരുന്ന പീരിയോഡിക് ടേബിളിനകത്ത് ഏറ്റവും എസ് ബ്ലോക്കിൽ കാണുന്ന എലമെന്റ്സ് ആയിരിക്കും എന്ത്, വലുത്. അറ്റോമിക് സൈസ് ഇൻക്രീസസ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ്, താഴോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലുപ്പം. ഹൈഡ്രജൻ ഒരു കുഞ്ഞു എലമെൻ്റ് ആണ്, ലിഥിയം കുറച്ചും കൂടെ വലുപ്പമുണ്ട്, സോഡിയം കുറച്ചും കൂടെ വലുപ്പമുണ്ട്, പൊട്ടാസ്യം എന്തുണ്ട് അതിനേക്കാളും വലുപ്പമുണ്ട്. താഴേക്ക് പോകും തോറും എന്താണ്,
അതിൻ്റെ വലുപ്പം കൂടി വരികയാണ്. റിയാക്റ്റീവ് മെറ്റൽസ്, റിയാക്ടിവിറ്റി ഉണ്ടായതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ് പോലത്തെ കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടിയത്. സോ ദ ഫോർത്ത് പോയിന്റ്, ഈ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോംസ് അയോണിക് കോമ്പൗണ്ട്. ഈ സോഡിയം ക്ലോറൈഡ് പോലെ അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് പോലത്തെ കോമ്പൗണ്ടുകളൊക്കെ എന്താണ്? അയോണിക് ആണ്, എന്തല്ല? കോവലൻ്റ് അല്ല. സോ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ഓക്സൈഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ കൂടെ ഓക്സിജൻ വന്നാൽ ഇതിന്റെ കോഎഫിഷ്യന്റും നമ്പറും ഒക്കെ വ്യത്യാസം വരും. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു എലമെന്റിന്റെ കൂടെ ഓക്സിജൻ വന്നാൽ അത് ഓക്സൈഡ് ആണ്. ആ എലമെന്റ് എസ് ബ്ലോക്കിൽ എലമെന്റ് ആണെങ്കിൽ അവരെന്താണ്? ബേസിക് ആണ്. ഒരു എലമെന്റിന്റെ കൂടെ OH വന്നാൽ അത് ഹൈഡ്രോക്സൈഡ് ആണ്. ആ ഹൈഡ്രോക്സൈഡിന്റെ കൂടെ വന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അത് ഒബ്വിയസ്ലി എന്താണ്? ബേസിക് ആണ്. ഇതാണ് നമ്മളെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ തീർത്തു. സോ നമ്മൾ ഇത്രയും ടോപ്പിക്കുകളാണ് പീരിയോഡിക് ടേബിൾ ഫസ്റ്റ് 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് 2 വീഡിയോസ് കണ്ടിട്ടേ ഈ വീഡിയോയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ആ 2 വീഡിയോസ് എന്തായാലും കണ്ടാലേ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുള്ളൂ. സെക്കൻഡ് പാർട്ടിൽ, ഇത് പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ടോപ്പിക്ക് പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്ക് നമ്മൾ പാർട്ട് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയണം. നമുക്കിനി ഇത്രയും ടോപ്പിക്കുകളും കൂടി ഉള്ളൂ ചാപ്റ്റർ കഴിയാൻ. സോ ദിസ് ഈസ് നമ്മൾ ഇന്ന് എന്താ പഠിച്ചു ഒന്നുകൂടി നോക്കാം. കൺസെപ്റ്റ്സ് ഓഫ് ബ്ലോക്ക്. നമ്മൾ പീരിയോഡിക് ടേബിളിനെ 3 പീസുകളാക്കി മുറിച്ചു. ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡ്. പിന്നെ നമ്മൾ അങ്ങനെ പോയിട്ട് നമ്മൾ എഫ് ബ്ലോക്ക് എന്താണ്, ഡി ബ്ലോക്ക് എന്താണ്, എസ് ബ്ലോക്ക് എന്താണ്, പി ബ്ലോക്ക് എന്താണെന്ന് പഠിച്ചു. BGP നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് BGP. ഇതിനകത്തൊരു BGP എന്നൊരു ടോപ്പിക് ഉണ്ട്. കിട്ടണ്ട. BGP എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ്. ഫൈൻഡിങ് ഫ്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് കണ്ടുപിടിക്കുക. പിന്നെ എസ് ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞു. എസ് ബ്ലോക്കിൻ്റെ 4 പോയിന്റ്സ്, ഇതിന് മുന്നേ 4 പോയിന്റ്സ് പറഞ്ഞിരുന്നു. പിന്നെ ഈ 4 പോയിന്റ്സും കൂടെ. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.